ചെയ്യുമ്പോൾ എല്ലാം അവിടുത്തെ നാമത്തിന് മഹത്വമാകട്ടെ. കർത്തൃകരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ബോസ്കോ പാസ്റ്റർക്കായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസൻ ചെയ്യുന്നതെല്ലാം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗവും കൃപയും പിന്നെയും പകർന്ന് ഈ പട്ടണത്തിലും രാജ്യത്തിലും നിർത്തിക്കൊള്ളേണ്ടതിന് ദൈവസന്നിധിയിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മുഴുമഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. എല്ലാറ്റിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥനയായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ആത്മീയ ഗീതങ്ങൾ പാടുവാനായിട്ട് നെൽസൺ ബ്രദറിനെയും മറ്റ് ടീമംഗങ്ങളെയും ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് വോയിസ് ടീമിനോടും ദേവദാസൻ ബോസ്കോ പാസ്റ്ററോടും സോയി പാസ്റ്ററോടും കുടുംബത്തോടും നിങ്ങളോടെല്ലാവരോടും ഒപ്പം ഇന്ന് ഈ വൈകുന്നേരമായിരിക്കാൻ തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രത്യാൽ ലേയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിൽസൺ ബ്രദറിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൈവം സഹായിക്കട്ടെ. നമ്മൾ ചുരുക്കം പേരായി ഇവിടെ ആയിരിക്കുമ്പോൾ ചുരുക്കം പേരായി കൂടി വന്നിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ മധ്യത്തിലുള്ള ദൈവ സാന്നിധ്യമാണല്ലോ ഏറ്റവും വലുത്. അത് ചുരുക്കം പേരാണെങ്കിലും ഒരുപാട് പേരുണ്ടെങ്കിലും കർത്താവിന് കഴിക്കുന്ന ആരാധനയ്ക്ക് അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. അതിന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ആരാധനയുടെ വാല്യുവിനോ അതിൻ്റെ വലുപ്പത്തിനോ അതിൽ വ്യത്യാസങ്ങളൊന്നും വരേണ്ടതില്ല. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ചുരുക്കം ആയിരിക്കുന്നത് കൊണ്ട് ആദ്യമായി ശാന്തമായി ദൈവസന്നിധിയിൽ പാടുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചുരുക്കം പേരായി പ്രകാരമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ശാന്തമായി അല്പസമയം കർത്താവിനെ ധ്യാനിക്കാം. യേശുവിനെ കൂടാതെ നമ്മൾക്കൊന്നും സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും യേശുവിനെ കൂടാതെ ഉള്ളതെല്ലാം ഇന്ന് അത് വ്യർത്ഥമായി തോന്നുന്നില്ലെങ്കിലും അത് വ്യർത്ഥമായി തോന്നുന്ന ഒരു സമയമുണ്ട്, അത് ഉറപ്പായുമുണ്ട്. അത് ജീവിതത്തിൽ പലരും തിരിച്ചറിയുന്നില്ലെങ്കിലും ഒരിക്കൽ തിരിച്ചറിയുന്ന നിമിഷമുണ്ട്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഓ യേശുവേ, അങ്ങേ കൂടാതൊന്നും എനിക്കു ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലെനിക്ക് പ്രിയനേ. യേശുവേ, അങ്ങേ കൂടാതൊന്നും എനിക്കു ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലെനിക്ക് പ്രിയനേ. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ വേണം. നമ്മളിങ്ങനെ ആയിരിക്കുമ്പോഴേ നമ്മുടെ അല്ലേ കുഞ്ഞുങ്ങൾ അല്ലേ, ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്, അല്ലെ ചെറുപ്പമായിട്ടുള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ളവർ നമ്മുടെ മധ്യത്തിലുണ്ട്. അപ്പം ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്കും ആഞ്ചലിൻ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മളൊക്കെ സോയി പാസ്റ്ററിനൊക്കെ അറിയാം, ഞങ്ങളുടെ നാട്ടിലെ ചർച്ചിലെ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററിൻ്റെ ചർച്ചിലാണ് ഞങ്ങളായിരിക്കുന്നത്. ഞാനിങ്ങനെ ശാന്തമായിട്ട് തോന്നുന്നത് നമ്മളിങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പോവുകയാണ്. ഞങ്ങളെ ചെറുപ്രായം തൊട്ടേ ട്രാക്റ്റ് കൊടുക്കാനും ഇവാഞ്ചലൈസേഷനുമായിട്ട് ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞയക്കുമായിരുന്നു ഒരുപാട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷവും അതിനോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഭാരങ്ങളും
നമുക്ക് ഉള്ളിൽ തോന്നാറുണ്ട്. കാരണം ചെറുപ്രായം തൊട്ട് നമ്മളെ ഇങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട്. ആഞ്ചൽ, ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നമുക്ക് ഈ വർഷം എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ സംസാരിച്ച് വന്നപ്പോൾ ആഞ്ചലിന് ഇവരുടെ പ്രായത്തിലുള്ളവർ, അവർ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരും മറ്റുള്ളവരും ഒത്ത് അത് ഔട്ട്റീച്ച് മിനിസ്ട്രീസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുകയായിരുന്നു. പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുവാനിടയായി തീർന്നു. കാരണം വരുന്നൊരു ജനറേഷൻ യേശുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം റെഡിയായിട്ട് വരുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് പകൽക്കാലം രാവിലെ ചർച്ചിൽ പാടുന്ന സമയത്തും ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. ആസാഫ് 79-ാം സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, വരുന്ന തലമുറയോട്, വരുന്ന ജനറേഷനോട് കർത്താവിനെക്കുറിച്ച്, കർത്താവിൻ്റെ മഹത്വവും ബലവും അവൻ്റെ മഹിമയും അവനെങ്ങനെ നടത്തിക്കൊണ്ട് വന്നത്, ഇസ്രായേൽ ജനത്തെ അവൻ എങ്ങനെ കൊണ്ടുവന്നത് എന്ന് അവർ പറയുന്നതിനെക്കുറിച്ച് ആസാഫ് പറയുന്നുണ്ട്. കാരണം അത് പറയാതെ അടുത്തൊരു തലമുറ കർത്താവിന് വേണ്ടി യഥാർത്ഥമായിട്ട് നിൽക്കുകയില്ല. നമ്മൾക്ക് ആ വചനത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. വചനത്തിൽ എപ്രകാരം ആലയത്തിൽ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്നും ആലയത്തിലെ കാര്യങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റായിട്ടും സിൻസിയറായിട്ടും ചെയ്യണമെന്ന് വചനം പറഞ്ഞിട്ടും ഇസ്രായേൽ ജനം അവരുടെ അടുത്ത തലമുറയ്ക്ക് അത് മറന്നു പോകാതെ വണ്ണം കാണിച്ചു കൊടുക്കേണ്ടതിന് അനേകമായ ഉദാഹരണങ്ങൾ സഹിതമുള്ള ഫെലോഷിപ്സ് അല്ലെങ്കിൽ പെരുന്നാളുകൾ, കൂടിവരവുകൾ ദൈവമായ കർത്താവ് ഒരുക്കി. എന്നാൽ ആ ഫെലോഷിപ്സ് പിന്നെ മാറി മാറി സെലിബ്രേഷൻസായി മാറി. ആ ഫെലോഷിപ്സിനെ അല്ല, പെരുന്നാളുകളെ കർത്താവ് ഒരുക്കിയത് ദൈവത്തെ ഓർക്കാൻ, നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ ഓർക്കാൻ, അതിനെക്കുറിച്ച് യഥാർത്ഥമായി അടുത്ത തലമുറകളോട് പറയുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ വരുന്ന കാലയളവിൽ അത് വെറും സെലിബ്രേഷനായി മാറിയതുകൊണ്ട് പിന്നീട് സംഭവിച്ചത് ആലയത്തിലെ വിളക്ക്, നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ട ആലയത്തിലെ വിളക്ക് കെട്ടുപോകുവാനിടയായിത്തീർന്നു. ആലയത്തിലെ വിളക്ക് കെട്ടുപോയപ്പോൾ വിചാരിക്കരുത് ആരാധനാലയത്തിലെ വിളക്ക് മാത്രം കെട്ടുപോവുകയെന്നല്ല. അവിടെ അത് മാത്രമല്ല സംഭവിച്ചത്. ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ട വന്നു. ജനം മുഴുവൻ വലിയ കഷ്ടതയിലേക്ക് ആയിപ്പോകേണ്ടതായി വന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അടുത്ത തലമുറയ്ക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള അടിമനുഖത്തിൽ അവരായിപ്പോകുമെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. നമ്മൾക്ക് ചിലപ്പോൾ ചിന്തിക്കുവാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. നമുക്ക് പ്രാർത്ഥനയോട് ഒരിക്കൽ കൂടി പറയാം, നമുക്കും നമ്മുടെ തലമുറകൾക്കും യേശു വേണം. യേശുവിനെ കൂടാതെ നമുക്കൊന്നും സാധിക്കുകയില്ല. ഒരിക്കൽ കൂടി നമുക്ക് ശാന്തമായി പാടാം. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ, പ്രിയനേ വേണം. ഉള്ളം കലങ്ങും നേരത്ത് ഉള്ളതുപോൽ അറിഞ്ഞിടും, ഉള്ളം കയ്യിൽ വരച്ചവൻ തള്ളാതെ എന്നെ താങ്ങിടും. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ, പ്രിയരേ വേണം. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ, പ്രിയനേ വേണം. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തൻ
നൽകുമെൻ ആവശ്യങ്ങൾ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവ ഇല്യോൻ അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. എല്ലാവരും ചേർന്ന് പാടാമോ? നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവായിരേ, യഹോവായിരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നാടിപ്പീണരാ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ദൈവത്തിൻ പുത്രനെ അങ്ങേ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. ഒരു നിമിഷം നമുക്കൊരു നിമിഷം ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ലിറിക്സ് പ്രൊജക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ പാട്ടുകളുടെ ലിറിക്സിൻ്റെ ബുദ്ധിമുട്ട് കാണുമെങ്കിലും കഴിയുന്നിടത്തോളം ചേർന്ന് പാടുവാൻ ശ്രമിക്കുക. അറിയുന്നതും അറിയാത്തതുമായ പാട്ടുകൾ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തായിരിക്കും പാടുവാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒരു തമിഴ് പാട്ട്, ആ ഉമ്മയെ ആരാധിപ്പേൻ, നമ്മൾ പാടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാർക്കും പേർക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ വേർഡ്സ് ഇപ്രകാരമാണ്: ഉമ്മയെ ആരാധിപ്പേൻ, ഉമ്മയെ ആരാധിപ്പേൻ, എൻ നാട്കൾ മുടിയും വരെ, എൻ ജീവൻ പിരിയും വരെ, എൻ ശ്വാസം ഒഴിയും വരെ ഉമ്മയെ ആരാധിപ്പേൻ. അറിയാമല്ലോ ആ പാട്ടിൻ്റെ അർത്ഥം അല്ലേ? എൻ്റെ നാളുകൾ കഴിയുന്ന നാൾ വരെയും, എൻ്റെ ജീവൻ പോകുന്ന നാൾ വരെയും ഞാൻ കർത്താവിനെ ആരാധിക്കും എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാട്ട് ദിവസങ്ങളിൽ പാടി ആരാധിക്കാം. കഴിയുമെങ്കിൽ കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് പാടി ആരാധിക്കാം.
உம்மை ஆராதிப்பேன், உம்மை ஆராதிப்பேன், உம்மை ஆராதிப்பேன், உம்மை ஆராதிப்பேன். என் நாட்கள் முடியும் வரை, என் ஜீவன் பிரியும் வரை, என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன். என் நாட்கள் முடியும் வரை, என் ஜீவன் பிரியும் வரை, என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன், உம்மை ஆராதிப்பேன், உம்மை ஆராதிப்பேன், உம்மை ஆராதிப்பேன், உம்மை ஆராதிப்பேன். என் நாட்கள் முடியும் வரை, என் ஜீவன் பிரியும் வரை, என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன். தாயின் கருவில் உருவாகும் முன்னே பேர் சொல்லி அழைத்தவர் நீரே, தாயினும் மேலாக அன்பு வைத்த திறனுக்காக ஜீவன் தந்தீரே. தாயின் கருவில் உருவாகும் முன்னே பேர் சொல்லி அழைத்தவர் நீரே, தாயினும் மேலாக அன்பு வைத்த திறனுக்காக ஜீவன் தந்தீரே. தாயின் கருவில் உருவாகும் முன்னே பேர் சொல்லி அழைத்தவர் நீரே, தாயினும் மேலாக அன்பு வைத்த திறனுக்காக ஜீவன் தந்தீரே. என் நாட்கள் முடியும் வரை, என் ஜீவன் பிரியும் வரை, என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன், உம்மை ஆராதிப்பேன், உம்மை ஆராதிப்பேன், உம்மை ஆராதிப்பேன், உம்மை ஆராதிப்பேன். என் நாட்கள் முடியும் வரை, என் ஜீவன் பிரியும் வரை, என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன், உம்மையே ஆராதிப்பேன். தாழ்ச்சையில் என்னை ஓர்த்தவனே, வீழ்ச்சை எண்ணிய காத்தவனே, தாழ்ச்சையில் என்னை ஓர்த்தவனே, வீழ்ச்சை எண்ணிய காத்தவனே, காഴ്ചയാൽ അല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനേ, കാഴ്ചയാൽ അല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, ശത്രു ജയം നൽകിടും നിശ്ചയമായി. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ, ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും പുത്രനാമേശുവേ സ്തുതി മനമേ, ശത്രു മുൻപാകെ മേശയൊരുക്കും പുത്രനാമേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക, കർത്തൻ ജയം നൽകിടും. ഓ സ്തോത്രഗീതം പാടുക, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. കഷ്ടവും
മഹാശാസനയും നിന്ദയും ഉള്ള ദിനവുമിതേ. കഷ്ടവും മഹാശാസനയും നിന്ദയും ഉള്ള ദിനവുമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരർ കള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരർ കള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക, കർത്തൻ ജയം നൽകിടും. ഓ സ്തോത്രഗീതം പാടുക, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു നീ കുടിക്കും. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു നീ കുടിക്കും. മരുവും പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. മരുവും പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ. ഓ സ്തോത്രഗീതം പാടുക, കർത്തൻ ജയം നൽകിടും. ഓ സ്തോത്രഗീതം പാടുക, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടി. യേശു മണാളൻ, യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ. യേശു മണാളൻ, യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. താഴ്ചയിൽ നമ്മെ ഓർത്തവരെ, വീഴ്ചയെന്നിയെ കാത്തവരെ. താഴ്ചയിൽ നമ്മെ ഓർത്തവരെ, വീഴ്ചയെന്നിയെ കാത്തവരെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവരെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവരെ. സ്തോത്രഗീതം പാടുക നീ മനമേ, ആരാധനേ സ്തോത്രഗീതം പാടുക. ഇടയനിപ്പോൾ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനിപ്പോൾ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്ത രക്തം നമുക്കേകിയതാൽ പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ, നിലം പരിചായി നാം നശിച്ചിടാതെ
പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. 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 പരമപിതാവിന് സ്തുതി പാടാം. അടിയങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയവനെ, അടിയങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനെ, അടിയങ്ങളെ പറക്കുവാൻ ശീലിപ്പിക്കുന്നവനെ, അമ്മയെ പോലെ അടിയങ്ങളെ ഓമനിക്കുന്നവനെ, അടിയങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, അടിയങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുത്തെ തിരു സാന്നിധ്യത്തിന് അടികൾ നന്ദിയോടെ വാഴ്ത്തുന്നു. ജുഡകര ബല ബല ജുഡരജനധിക ദുരബലക ശകരജനധിക ദുരബലവൗഡ ജുഡകജനധിക ദുരബലവൗഷരജനധിക ദുരബലവൗഡ രൂഢകജനധിക ദുരബലവൗഷരം ജനധിക ദുരം ബലാദന ജനധിക ദുര രൂഢികര ജനധിക ദുരം ബലക ശകരം ജനധിക ദുരാദലാദന ജന രൂഢകജനധിക ദുരം ബലക ശകരം ജനധിക ദുരം ബലവൗഡ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശ്രേഷ്ഠത, അവിടുത്തെ സാന്നിധ്യത്തിന്റെ മാഹാത്മ്യം, അവിടുത്തെ സാന്നിധ്യത്തിന്റെ മാഹാത്മ്യം, അവിടുത്തെ സാന്നിധ്യത്തിന്റെ മഹോനോഹരത്വം അവിടുത്തെ ജനം ഇന്ന് ഈ വൈകുന്നേരം തിരിച്ചറിയേണ്ട കർത്താവേ, അവർ അനുഭവിക്കേണ്ട കർത്താവേ. ശകരം ജനധിക ദുര മറ്റൊന്നിനും മനസ്സിൽ കിടക്കുവാൻ കഴിയാത്ത അവിടുത്തെ സാന്നിധ്യത്തിന്റെ മാഹാത്മ്യം. ുടകലവന ജനധിക ദുരബലവൗഷരം ജനധിക ദുര റീഖൽ കരക ജനധിക ദുരബലവൗഷരം ജനധിക ദുര റീഖൽ കര ജനധിക ദുരം ബലക ശകരം ജനധിക ദുര. തളർന്നിരിക്കുന്ന മുഴങ്കാലുകൾ, ക്ഷീണിച്ചിരിക്കുന്ന മുഴങ്കാലുകൾ അത് ശക്തിപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പാടുന്നു, ആരാധിക്കുന്നു. നമ്മൾ പാടി, അതെ, കർത്താവ് താഴ്ചയിൽ ജയം തരികയും ജയകരമായി നടത്തുകയൊക്കെ ചെയ്യുന്ന കർത്താവാ. പക്ഷെ അതിനപ്പുറമായി ആശിക്കുന്ന ഒരു ദേശം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവം കൂടിയാ. ആ ആശിച്ച ദേശത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ കൂടിയിരുന്ന് വന്ന് കൈയടിക്കുന്ന കൈയടിയൊന്നും പോരാതെ വരും. നമ്മൾ എത്ര കൂട്ടായ്മകൾ, ഞായറാഴ്ച 2 അല്ല 5 കൂട്ടായ്മ കൂടിയാലും, രാത്രി മുഴുവൻ ഉറക്കളച്ച് വരുന്ന കൂട്ടായ്മ കൂടിയാലും, കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ദേശത്തിൽ കടക്കണമെന്നില്ല. ആ ദേശത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ അവനെ സേവിക്കേണ്ടതുപോലെ നാം സേവിക്കണം, അവനെ വിളിച്ചപേക്ഷിക്കേണ്ടതുപോലെ നാം വിളിച്ചപേക്ഷിക്കണം. നമ്മൾ ആദ്യം പാടി, യേശുവെ അങ്ങെനിക്ക് വേണം, അങ്ങില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ധ്യാനമായിരിക്കണം. അതല്ലാതെ നമ്മൾ കുറേ കൂട്ടായ്മ കൂടിയതുകൊണ്ടും കുറേ കൈയടിച്ചതുകൊണ്ടും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനം കൂടി വന്നവർക്ക് പെരുന്നാളുകളും കൂടി വന്ന് ആചരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ഒരുക്കി. അതവർക്ക് ജസ്റ്റ് കൂടി വന്ന് സന്തോഷിക്കുവാൻ വേണ്ടിയല്ലായിരുന്നു, അത് വെറും ഒരു സെലിബ്രേഷനാക്കി മാറ്റുവാൻ വേണ്ടിയല്ലായിരുന്നു. അത് കർത്താവ് ഒരുക്കിയിരുന്ന ഫെലോഷിപ്പ്, കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർക്കുവാനും തലമുറകളെ ആ വഴിയിൽ നടത്തുവാനും തങ്ങൾക്ക് തന്നെയും ആ വഴിയിൽ നടക്കുവാനും വേണ്ടി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചുരുക്കം പേരായി കൂടിവരവിലായിരിക്കുമ്പോൾ കുറെ കൈയടിച്ചു, പാടി, സന്തോഷിച്ചു, കുറെ ലൈറ്റുകൾ കണ്ടു, കുറെ സൗണ്ടുകൾ കേട്ടു എന്നതിനേക്കാളൊക്കെ ഉപരിയായി ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിനോട് നാം ഒന്ന് കൂടുതലായി അടുക്കുവാനിടയായി തീരണം. ആ യേശുവിൻ്റെ സ്നേഹത്തിൽ ഈ പാട്ട് പാടുന്ന ഞാനും എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്ന മ്യൂസിക് വായിക്കുന്ന മ്യൂസിഷ്യൻസും ഇവിടെ കൂടി വന്ന് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഒന്ന് അധികമായി വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരണം. എങ്കിൽ മാത്രമേ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകത്തുള്ളൂ. ഇവിടെ വന്ന് ഈ കൂട്ടായ്മ നിങ്ങൾ ആചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും പ്രയോജനമുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ലോകക്കാർ കുറേ പേർ ഒരുമിച്ച് ചേർന്ന് വന്ന് കാട്ടിക്കൂട്ടുന്നതിനൊപ്പം മാത്രമേ അതെല്ലാമായി തീരത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ കൂടിവരവിൻ്റെ മധ്യത്തിൽ നമ്മൾക്കൊരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ചുറ്റുപാടുമുള്ളവർ, എൻ്റെ കൂടെ പഠിക്കുന്നവർ, എൻ്റെ ക്ലാസ്സിലുള്ളവർ, എന്നോടൊപ്പം ജോലി ചെയ്യുന്നവർ, അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ
ഞാൻ അതോടൊപ്പം അവരോടൊപ്പം അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്തായി തീരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇസ്രായേൽ ജനമേ, നിന്റെ പിതാക്കന്മാർ മോശയോടൊപ്പം നടന്നവരാന്ന് പറഞ്ഞതുകൊണ്ടും എൻ്റെ ഗ്രാൻഡ് ഫാദർ കാലേബാന്ന് പറഞ്ഞതുകൊണ്ടും എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കാലേബിനോടൊപ്പം ഉണ്ടായിരുന്നവരും യോശുവയോടൊപ്പം ഉണ്ടായിരുന്നവരെന്ന് പറഞ്ഞ് അക്കരെ കടക്കത്തില്ല. അക്കരെ കടക്കണമെന്നുണ്ടെങ്കിൽ കാലേബും യോശുവയും മോശയും ഒക്കെ കാണിച്ചു വെച്ച മാർഗത്തിലും വചനത്തിലും നടക്കുവാനിടയായി തീരണം. എൻ്റെയും നിൻ്റെയും പിതാക്കന്മാരും എൻ്റെയും നിൻ്റെ കൂടെ ചർച്ചിലുള്ളവർ കർത്താവിനെ സേവിച്ചതിൻ്റെ കെയർ ഓഫിൽ ആരും അക്കരെ പോകുവാൻ പോകുന്നില്ല, ഞാനും പോകുവാൻ പോകുന്നില്ല. ഇന്ന് ഈ പാട്ട് പാടിയിട്ട് ഇറങ്ങി ഞാൻ പോയി എൻ്റെ തോന്നിയ വഴിക്ക് ജീവിച്ചാൽ ഞാനും അക്കരെ നാട്ടിൽ പോകുകയില്ല. എന്നാൽ ഭയത്തോടുകൂടി നമ്മുടെ പ്രവാസകാലം കഴിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ കൂടി അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. ഞാൻ നശിച്ചു പോകാനിടയായി തീരല്ലേ. ഇന്ന് കർത്താവ് വന്നാൽ അല്ല, ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ അല്ല, നാളെ കർത്താവ് വന്നു കഴിഞ്ഞാൽ ഞാൻ നഷ്ടപ്പെട്ടു പോകാനിടയാകരുതേ. കർത്താവിൻ്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ എന്നുള്ള സമർപ്പണത്തോടുകൂടി ഒരു നിമിഷം നമുക്ക് ശാന്തമായി ദിവസങ്ങളിൽ പാടാം. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെയെത്തുമ്പോൾ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെയെത്തുമ്പോൾ. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. കൂടുവിട്ടോടുവിൽ ഞാനും ചേർന്ന് പാടിയാട്ടെ. വീടിൻ്റെ ശബ്ദമുയർന്നാട്ടെ. കൂടുവിട്ടോടുവിൽ ഞാനും വീടിൻ്റെ മുൻപിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഉറ്റവർ സ്നേഹിതർ പറ്റം തിരിഞ്ഞു നിന്നു, മുറ്റം വീടക്കന്നെണ്ണി തള്ളിടുമ്പോൾ. ഉറ്റവർ സ്നേഹിതർ പറ്റം തിരിഞ്ഞു നിന്നു, മുറ്റും വീടക്കന്നെണ്ണി തള്ളിടുമ്പോൾ. മാറാത്തൊരുവനുണ്ട്, പറ്റിച്ചേർന്നവൻ നിൽക്കുമേ. ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ. ഒടുവിലൻ പക്ഷത്തു ചേർന്നിടും. ലോകമെനിക്ക് വേണ്ട, ലോകത്തിരിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിൻ ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൂടുവിട്ടോടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ പാടി
ഞാൻ പങ്ക പാടുകളേറ്റവനാ പാടിയിടും ജയഗീതമേ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും സഭായോഗം കഴിഞ്ഞിട്ട് നമ്മളിൽ പലരും വന്നിരിക്കുന്നത്. ഒരുപാട് നേരം നമ്മളൊക്കെ കരങ്ങൾ അടിച്ച് ആരാധിച്ചിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ ഒരു സന്തോഷം എനിക്ക് ഇവിടെ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കം പേരാണെങ്കിലും, കയ്യടികൾ കുറവാണെങ്കിലും, ശബ്ദങ്ങൾ കുറവാണെങ്കിലും, അതിനപ്പുറത്തേക്കാൾ ഒരു ദൈവസാന്നിധ്യം, ഒരു ദൈവകൃപ ഇവിടെ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. ആ ദൈവസാന്നിധ്യത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നത് ദൈവകൃപയാണ്. അധികമായി ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ്. യെശയ്യാവ് ദൈവ തേജസ് കണ്ടപ്പോൾ, യഥാർത്ഥമായി ദൈവിക ദർശനം കണ്ടപ്പോൾ താൻ ചെയ്തത്, കർത്താവെ എനിക്ക് കുറേ കാര്യങ്ങൾ തരണമേ എന്നല്ല, എൻ്റെ ദൈവമേ ഞാൻ അശുദ്ധനാണ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിച്ച് അങ്ങേക്ക് വേണ്ടി ഓടുന്നവനാക്കി എന്നെ തീർക്കണമേ. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ചില ബാഡ് എക്സ്പീരിയൻസ് അല്ലേ, പലപ്പോഴും പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിലും ചില ബാഡ് എക്സ്പീരിയൻസ് അനുഭവിച്ച് മടുത്തിട്ടാണോ അതോ എന്താണ് ഹൃദയം കഠിനപ്പെട്ടു പോയതാണോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ചില ബാഡ് എക്സ്പീരിയൻസ് കൊണ്ട് ഭാരത്തോടെ ഇരിക്കുന്ന അനുഭവങ്ങൾ ദൈവമക്കളുടെ ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ കാണാം. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവസനയിൽ പറയുവാനുള്ളത്, ദൈവകരങ്ങളിലേക്ക് യഥാർത്ഥമായി നിന്നെ തന്നെ ഒന്ന് എറിഞ്ഞു കൊടുത്ത് നോക്ക്. ഒരിക്കൽ ഡേവിഡ് മുള്ളർ പ്രസംഗിച്ചപ്പോൾ കേട്ട ശുശ്രൂഷയിൽ കൂടി DL മൂഡി ഏറ്റെടുത്ത വചനം ഇതാണ്. DL മൂഡി അദ്ദേഹത്തിൽ നേറ്റെടുത്ത വചനം ഇതാണ്: ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി എറിഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എപ്രകാരം ഉപയോഗിക്കുമെന്ന് ഇനി ലോകം കാണുവാനിരിക്കുന്നതേ ഉള്ളെന്ന്. നിന്നെ തന്നെ ദൈവകരങ്ങൾ യഥാർത്ഥമായിട്ടൊന്ന് എറിഞ്ഞു കൊടുത്തു നോക്ക്. നിന്റെ ചിലപ്പോൾ ആ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഇന്ന് തന്നെ മാറിപ്പോകാനുള്ള സാധ്യതകൾ, ഇന്ന് നമ്മളിവിടം വിട്ടിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ അത് മാറിപ്പോകാനുള്ള സാധ്യതകൾ അധികമാണ്. നമ്മൾക്ക് ഒരുമിച്ച് ദൈവസനിൽ പാടുവാൻ, ആരാധിക്കുവാൻ നമുക്ക് കൃപ തന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവസനിൽ നമ്മൾ വചനം കേൾക്കുവാൻ പോവുകയാണല്ലോ. കർത്താവും ദൈവമായുള്ളവേ, തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ അവിടുന്ന് അടികളെ മറച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ വലിയ സാന്നിധ്യമടികൾക്ക് ഒരുമിച്ച് അനുഭവിക്കുവാൻ തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം കർത്താവേ. പിന്നെയും അവിടുന്ന് അടികളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ദാസനെ അടികളുടെ മധ്യത്തിൽ ശക്തമായി കർത്താവിടുന്ന് ഉപയോഗിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജനത്തെ എല്ലാവരെയും കർത്താവിടുന്ന് അനുഗ്രഹിക്കുകയും ഹൃദ്യമായി എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഈ ശുശ്രൂഷകളൊക്കെ ഓൺലൈനിലൊക്കെ ശ്രവിക്കുന്നവർക്ക് അത് അവരുടെ ജീവിതത്തിൽ വിടുതലായും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ദിവസം എഴുതിയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ആത്മീയ ഗീതങ്ങൾ ചേർന്ന് പാടി കർത്താവിൽ സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ വൈകിയവേളയിൽ കർത്താവ് നമുക്ക് സാവകാശവും അവസരവും തന്നു. കർത്താവിൻ്റെ ദാസന്മാരെ അതിനായി കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിപ്പാനായിട്ട് ഇടയായി. അതെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ കർത്താവിന് മഹത്വം കൊടുക്കുകയും തൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൂടി വന്ന ദൈവമക്കളെ ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവിൻ്റെ ദാസൻ ജോജി മോൻ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ ദാസൻ തുടർന്ന് വളരെ അനുഗ്രഹീതമായ ദൈവിക ദൂതും ആലോചനയും നമുക്ക് കൈമാറും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്നാൽ അതിന് മുൻപായി
ഒരല്പസമയം കൂടെ നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടച്ച് ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഏത് കാര്യത്തിൻ്റെ പിൻപിൽ ഒരു ഒരുക്കം ആവശ്യമാണ് എന്നുള്ളത് വളരെ സത്യമായൊരു യാഥാർത്ഥ്യമാണ്, അല്ലേ? സ്തോത്രം. ഏത് കാര്യത്തിൻ്റെ പിൻപിൽ ഒരുക്കം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അനുഗ്രഹീതമായ തിരുവെഴുത്ത് നമ്മുടെ നടുവിൽ വിതയ്ക്കപ്പെടുമ്പോൾ, നമ്മിൽ വിതയ്ക്കപ്പെടുമ്പോൾ, അത് 30, 60, 100 മേനിയായി വിളയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് തൻ്റെ ദാസനെ നമ്മുടെ നടുവിൽ എടുത്തുപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ പ്രവൃത്തി നമുക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് അല്പനേരം അധരങ്ങളെ തുറന്ന ദൈവസന്നിധിയിലൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ തങ്ങളുടെ ശിരസ്സുകളെ ദൈവസന്നിധിയിൽ വണക്കി, കണ്ണുകളെ അടച്ച്, ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി അല്പനേരം കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഇവിടെ നമ്മെ മാർക്കിടുവാൻ, വിലയിരുത്തുവാൻ ആരോരുമില്ല. സ്തോത്രം. നാമും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴങ്ങളിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ച് സ്തോത്രം ചെയ്ത് കർത്താവിന് മഹത്വം കൊടുത്ത് ദൈവസന്നിധിയിലായിരിക്കും. സ്വർഗം നമുക്ക് വേണ്ടി ഈ രാത്രി തുറക്കും. സ്വർഗം നമുക്ക് വേണ്ടി ഈ രാത്രി തുറക്കും. ഒരിക്കൽ കൂടെ ഞാനത് ആവർത്തിക്കട്ടെ. സ്വർഗം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി തുറക്കും. ആത്മാവിലത് കാണുന്ന ദൈവമക്കളെല്ലാവരും അധരം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അടരാജകക്ഷസിയാധരം മലയാള ഭാഷയിലല്ല, അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ച ദൈവകൃപയുടെ നിറവിൽ, അതേ സ്തോത്രം, 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 അന്യഭാഷ അടയാളത്തോടെ അല്പനേരം ആത്മാവിൽ ജയമെടുത്ത് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗം ഈ വൈകവേളയിൽ ഹൃദ്യമായി നമ്മോട് സംസാരിപ്പാൻ, വ്യക്തിപരമായി നമ്മോട് ഇടപെടുവാൻ, നമ്മുടെ രഹസ്യമായ തലങ്ങളെ തൊട്ടുണർത്തി പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മെ ഉറപ്പിക്കുവാൻ, കർത്താവിൻ്റെ ദാസനെ ആ തലങ്ങളിൽ കരങ്ങളിലെടുത്ത് കർത്താവ് ഉപയോഗിപ്പാൻ എല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം.